പരിപാലിക്കാൻ കാര്യം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ ഒരു ആനക്കാരൻ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഉള്ളവർക്ക് അതിനെ കുറിച്ച് വലിയൊരു ധാരണ ഇപ്പോഴുള്ളവർക്ക് അറിയാമെന്ന് ഞാൻ പറയില്ല. എന്റെ കാര്യം ഞാൻ പറയാം. ആന ഒരിക്കലും പറയില്ല എനിക്ക് ഇന്ന അസുഖമാണ്. അത് നമ്മൾ കണ്ടറിഞ്ഞോളാം. ഇപ്പൊ രാവിലെ നമ്മൾ അഴിക്കാൻ ചെല്ലുവാണ്. അപ്പോൾ എനിക്ക് ഒരു ചെറുതായ വയറ് നോവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ എണ്ണം പോയിട്ടില്ല, അല്ലെങ്കിൽ നമ്മളത്തെ നോവോ, ഇനി എന്തെങ്കിലും തന്നെ ഇത് നടക്കുക, നീര് വലിവ്, അല്ലെ ഇതിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആന വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ലക്ഷണം കൊണ്ട് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആന പറയോ? അത് നമുക്കത് എങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എങ്ങനെയാ അതിനെ ഒരു നമ്മൾ സ്ഥിരം പെരുമാറിക്കൊണ്ടിരിക്കുന്നല്ലേ നമുക്കറിയാം. നമുക്ക് ആനകളോട് ഇങ്ങനെ നമ്മുടെ സംസാരിക്കാൻ പറ്റുമോ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും. എനിക്ക് ദേഷ്യം വന്ന ഒരു ചെറിയങ്ങാൻ പറഞ്ഞാൽ 4 കാലേ ചാടിക്കൊണ്ട് ഓടൂലേ. നമ്മുടെ കൂടെ അല്ലേ ജീവിക്കണേ. ചില കാര്യങ്ങളിൽ നമ്മൾ വഴിക്കൂടെ കൊണ്ടുപോകാണെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ 9 പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കാൻ നമ്മൾ എന്നൊക്കെ പറഞ്ഞു നമ്മളെ ഈ ചെറിയൊക്കെ ചിലപ്പോൾ പറയും. മനസ്സിലാവുമെന്നോ മുഖത്ത് നോക്കി അറിയാം. നമ്മൾ എല്ലാം കാണുമ്പോൾ അറിയാം. ഇപ്പൊ നിസാരം ഈ ഇരിക്കുന്നത് ഈ കരിക്കിൻ്റെ തൊണ്ട് വെട്ടിക്കൂട്ടി വെച്ചേക്കുന്ന ആ കാണുന്നത്. അപ്പോൾ ഈ പുള്ളിനെ നീര് കെട്ടിക്കഴിയുമ്പോൾ ഇത് അരി വെക്കാൻ സുഖമാണ്. ഞാൻ 10 കിലോ അരിയും പയറോടെ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഞാൻ കൊണ്ട് സ്റ്റോക്ക് ചെയ്തേക്കണം. കാരണം അങ്ങനെ ഉണക്കി വെച്ചേക്കണം. ഒരു ദിവസം ഞാൻ വരുമ്പോൾ ഇങ്ങനെ ഉണക്കി വെച്ചിരുന്നത് മുഴുവൻ ഇങ്ങനെ വലിച്ച് അടിച്ചിട്ട് കുത്തിപ്പൊഴിച്ച് കളിച്ചിട്ട് തീറ്റയും കഴിഞ്ഞിട്ട് ചുമ്മാ ഒരു കഴിപ്പ്. അപ്പൊ പിന്നെ പറഞ്ഞ ഭാഷ വേറെയാണ്. എനിക്ക് തയ്ക്കാൻ ഇത് മുഴുവൻ ഞാൻ തുന്നി കെട്ടി ഉണക്കി വെച്ചേക്കുന്നതാ. കണ്ണനെ കൊടുത്തേക്കാതെ തെറ്റിയാതിരിക്കും ഞാൻ. ആ അംശമൊന്നുമില്ല. കൊടുത്തേക്കാതെ നീ ഓടിച്ചെന്നപ്പോഴേ അവർക്ക് നിലത്ത് കുത്തി കിടന്നു തല്ലിയിലും നൊരുവിളിയും ബഹളവും വെല്ലുവായി ചെയ്ത് നാട്ടുകാരും അപ്പൊ ഞാൻ ആനക്കറിയാമല്ലോ ആ തെറ്റ് കേട്ടാന്ന്. എന്തും ആനക്കറിയാം. നമ്മുടെ കൂടെ അല്ലേ ജീവിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ ആ കൈ നീട്ടി കഴിഞ്ഞാൽ വെള്ളപ്പൈപ്പ് അതിനെത്തും. അതിപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സമയത്ത് അവിടെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ദേഷ്യം കഴിഞ്ഞാൽ പൈപ്പ് പിടിച്ച് ഒറ്റ വലിച്ചു പോകും. അപ്പോൾ ആ വെള്ളം പുറന്ന് പോയിക്കൊണ്ടിരിക്കില്ല. ആണ്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഓടിച്ചു കൊടുക്കും അടയ്ക്കാതെ. അല്ലേ അവിടെ എന്നാ പഞ്ചാര. അപ്പം അതിനറിയാൻ പാടില്ലേ. പിന്നെ കാരിക്കോട് അമ്പലത്തിൽ വെച്ച് 3 ആന എഴുന്നള്ളിക്കുന്നതിനകത്ത് അതൊരു 5-6 മുമ്പാ. 3 ആന എഴുന്നള്ളിക്കുന്നത് നമ്മളിപ്പോൾ തലേദിവസം എഴുന്നള്ളിച്ച് കെട്ടിയാൽ രാവിലെ കൂടെയുള്ള കിടക്കാൻ ചായ കുടിക്കാൻ പോയാൽ എന്നാകുമ്പോഴത്തേക്കും 3 ആനയുണ്ട്. നമ്മുടെ ആന ആദ്യം ഒരു പൈപ്പ് ഉള്ളൂ. ഇത് വെള്ളമൊഴിച്ച് കൊടുത്തേക്കാന്ന് വെച്ചാൽ ഞാൻ ഓടിച്ചെന്ന് അഴിക്കാൻ ചെന്നു. അതായത് വീട്ടിലേക്ക് വാരെങ്കിലും അഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ മഞ്ഞുള്ളൂ. ചായ കുടിക്കുമ്പോഴത്തേക്ക് അഴിച്ച് നമുക്ക് ആദ്യം ചെയ്യാം കിടക്കാവണമെന്ന്. അടിച്ച് ഒറ്റ അടിക്ക് തന്നെ അവിടെ നോക്കുക. നമ്മൾ അത്ര പ്രതീക്ഷിച്ചില്ല. നമ്മൾ സ്ഥിരം കൊണ്ട് തലേദിവസം കെട്ടിയേക്കണേ രാത്രി ഇളക്ക് കഴിഞ്ഞ് രാവിലെ കഴിക്കാൻ ചെല്ലുമ്പോഴാണ് ആന സമയം അറിയാം. അത് ഞാൻ മനസ്സിലാക്കണമാകുന്നു. ആന പറയില്ല എൻ്റെ സമയം മാറി നിന്നെ ഞാൻ കുത്തുവന്ന് ആന പറയും. അതാണ് പണിയിലെ പാട്ട്. അത് എൻ്റെ കുറ്റ. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് നമ്മൾ അറിയേണ്ട ഒരുപാട്. അറിയാൻ പറഞ്ഞ് ഇത് ഡോക്ടർ പണി എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇരുന്ന് പഠിച്ചാൽ തീരുന്നു. അതിന് 9 ആന 10 ആന നമ്മൾ കഴിഞ്ഞാലും 11 വേറെ ആന ഇരിക്കുമ്പോൾ ആന കാണിക്കുമ്പോൾ അതിൻ്റെ വഴക്ക് ആവണമെന്നില്ലെന്നേ. അപ്പോൾ പക്ഷേ തീരും. ഓരോ ആനയ്ക്ക് ഓരോ ഇത് പാവമുണ്ട്, ഭയങ്കരമുണ്ട്, ഒന്നും ചെയ്യാത്തതുകൊണ്ട് മണം എല്ലാം പല രീതിയിലാണ്. പല രീതി നമ്മൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ആനകളെ അറിയണം. എന്നിട്ടാണ് ആനപ്പണി ചെയ്യുന്നത്. ആനകളെ അറിയണം. ആനകളെ നമ്മൾ പഠിക്കണം. നമ്മളെ ആന പഠിക്കുമല്ല, ആനകളെ നമ്മൾ പഠിക്കണം. അതെന്താ ആനയാണ്, ഏതാനയാണ്, അതിൻ്റെ സ്വഭാവം എന്നാണ്. പിന്നെ നിറത്തിലും ഗുണത്തിലും ഒക്കെ പലതും കാണിക്കും. നിറത്തിലൊക്കെ ഉണ്ടോ കാര്യങ്ങളുണ്ടോ? പിന്നെ ചെമ്പനാനകളുണ്ട്, കത്തയാനകളുണ്ട്. ആ നിറത്തിലൊക്കെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതുണ്ട്. എങ്ങനെ ഒതുങ്ങിക്കഴിഞ്ഞാലും നേരെ നിന്ന് ചോദിച്ചും തല്ലിയ ചാടി കുത്തനാനുണ്ട്. അട്ടക്കാരനെ ഞാൻ ചെന്ന് വെച്ച് തല്ലി അത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകും. പേടിച്ചിട്ട് കണ്ണു കുഴച്ച് മാറി. ഞാൻ ഇപ്പോൾ 25 കൊല്ലം അട്ടക്കാരനാണ്. ചില ആനകൾ നേരെ നമ്മൾ അപ്പം കുത്തനാണ്. ആണല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. രക്ഷയും വൈദ്യം യൂട്ടർ പല അത് ആ സമയത്ത് നീ എന്നായിരുന്നു പറഞ്ഞാലും കിട്ടും. അത് പലയാ. എല്ലാം ഒരു മോളല്ല ആനയെന്ന് പറഞ്ഞു. അല്ലാണ്ട് ഇതിൻ്റെ വലിപ്പത്തിലും ചെറുപ്പത്തിലും അല്ല ഇതിൻ്റെ വഴക്ക് കാര്യങ്ങൾ ഇറങ്ങി. നമ്മൾ കാണുമ്പോൾ ഒരു വലിയ ആന ഒരു 10 പൊക്കത്ത് ആന കയറ്റി എന്നിട്ട് കോലമൊക്കെ കയറ്റി വന്നു
അവനെ എഴുന്നേൽക്കുമ്പോൾ അവനെ കാണുമ്പോൾ ഇവന് ആനക്കാരനെ കാണാൻ ചിലപ്പോൾ അതൊരു അയ്യവാവായിരിക്കും കണ്ടൻ. ചിലപ്പോൾ 8 അടി ഉള്ളതിന് ചിലപ്പോൾ പൂച്ചക്കിട്ട് അരി കൊണ്ടുവന്ന് കാണാൻ പാടില്ല. 8 അടി പോലില്ലാത്തത് അവ കുത്തണമെന്ന് പറഞ്ഞാൽ കുത്തളവനായിരിക്കും, ചാടി കുത്തി കാര്യയുടെ ഭാഗമായിരിക്കും. വലിപ്പത്തിലൊന്നും നല്ല കാര്യം, വലിപ്പത്തിലൊന്നും നല്ല കാര്യമില്ല. അപ്പം അതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പെണ്ണ് പറ്റ ഞാൻ തൃശ്ശൂർ നാട്ടിൽ ആനക്കാരില്ലാണ്ടാണ് എൻ്റെ തന്നെ അവിടെ പോയി പല ആനയും കയറി വന്നപ്പോൾ. അവർക്ക് പറ്റാത്ത ആനകളാണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നേരെന്ന് പറയാമല്ലോ, അവൻ ചെയ്ത കാര്യം എനിക്ക് പറയാമല്ലോ. ഞാൻ ചെയ്തെന്നല്ല അവൻ ചെയ്ത കാര്യമാണ്, എൻ്റെ ഏട്ടൻ ചെയ്ത കാര്യം. ആ പുള്ളി എൻ്റെ ചെറുപ്പത്തിലും പുള്ളിയുടെ നല്ല പ്രായത്തിലും ആമ്പല്ലൂർ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആനയെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ കെട്ടിയിരുന്നു. അത് എന്നെ ഒരുപാട് കുത്തിയിരുന്നു. അപ്പം ആ ആന ഒരു സ്വഭാവമുണ്ട്. പുള്ളിക്ക് ആന പെറ്റതള്ളയാ. പുള്ളിയോട് നമ്മൾ ഒച്ച വർത്താനം പറഞ്ഞ് നമ്മൾ ഓടിക്കാം. വഴിക്കട പോകണ ആരെങ്കിലും പറയും പുള്ളിയോട് വല്ലതും പറഞ്ഞ് മുഖം മാറി പറഞ്ഞ ആന അവരെ ഓടിച്ച് ഊരാപ്പുള്ളി എടുത്തും. അതൊരു വശം. ഈ പുള്ളിയാണെങ്കിൽ പോലും അതിന് നേരെ നല്ല ചെന്നാണ് എത്ര രാജാ പുള്ളിയെ കുത്തിരുന്ന് എനിക്കെന്നെ അറിയാൻ പാടില്ല, എന്നെയും കുത്തിക്കും. അതൊരു സ്വഭാവം. അതാണ് ആനകളെ അറിഞ്ഞു തരുന്നു. ആനയ്ക്ക് കാര്യമൊക്കെയാ പുള്ളിയെ, പക്ഷെ അതിന് ഊത്തിരിക്കാൻ ഞങ്ങൾ വീട്ടിൽ തരും. ആ പുമ്പിന്നും പറയുന്ന വടിയൊക്കെ ഉണ്ട്, ആ തൂക്കുമ്പറത്തൊക്കെ പോകും. നേരെ നിങ്ങൾ ഒറ്റ കുട്ടിയില്ല, ആരും ഒറ്റ കുട്ടി. എനിക്ക് എൻ്റെ അനുഭവത്തിലുള്ള ഈ അനുഭവങ്ങളൊന്നും പറയാൻ ഒത്തിരി പേരുണ്ട്. ഞാനിത് പലത് കണ്ടു കേട്ട് ഇവിടെ തന്നെ വളർന്നു. എല്ലാത്തിനും തല്ലിച്ചതച്ച് നേരെയാക്കാന്ന് വെക്കണ്ട. എല്ലാ ആനകളും മനസ്സിൽ ഒതുങ്ങില്ല. പിന്നെ അവരുടെ രീതിയുണ്ട്. ഞാൻ പറഞ്ഞില്ല ചെത്തിയൻ സൂപ്പർ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭൂമിയുള്ള ക്ഷമയുള്ള ആനക്കഴിഞ്ഞ മനസ്സിലാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചിലപ്പോൾ ആ ഒരു നിമിഷ നേരം കൊണ്ട് നമ്മൾ അവിടെ ഒരു അറ്റാക്ക് ഒഴിവാക്കി വിടാം. നമുക്കൊരു ക്ഷമയുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. എന്നാ നല്ലാണ്ട് ഓടിച്ചെന്നാ എന്നെ ഓടിച്ചില്ലെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകാന്ന് പറഞ്ഞാൽ അവിടെ ഇതായില്ലേ, ആനയും തിരിഞ്ഞു വിടിയില്ലേ. നേരെ മറിച്ച് ഇതിൻ്റെ ആ ദേഷ്യം കഴിഞ്ഞാൽ നമുക്ക് കയറിച്ചില്ലാന്നുണ്ട് നമ്മളതിനെ അറിഞ്ഞിരുന്നാൽ അത് കഴിയുമ്പോൾ കയറി പറഞ്ഞാൽ പോകും. ആ കൂടെ ഞാൻ പോയാൽ പ്രശ്നം കഴിഞ്ഞു. ഞാൻ പ്രശ്നം കഴിഞ്ഞാൽ ആന അത് വളരും. ഇവനെ എപ്പോഴും ഓടിച്ചാലും ഓടിക്കൊള്ളുന്നതാവും. അതും പാടില്ല, അതും ശ്രദ്ധിക്കണം. ഇവൻ്റെ മേത്ത് എപ്പോഴും കയറാൻ ഞാൻ കൈ തരുമെന്നുള്ളത് അതും മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യം ഇതൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞപ്പോൾ ഈ ആനയെ കണ്ടു ഈ ഉൾക്കാര്യങ്ങൾ അറിയില്ല. പുറമേന്ന് കാണുന്നതല്ല ആനകളുടെ ആന നമ്മൾ മനസ്സിലാക്കണം. ആന എന്നാന്നറിയാം. പിന്നെ ആനക്കാരൻ പോകുമ്പോൾ പുറങ്ങുണ്ട്, വന്നിട്ടകം കണ്ടാൽ മതി. ആനക്കാരനരി വന്നിട്ടിട്ടാൽ മതി. അത് നല്ല കൊലയാന കയറണം എന്നോട് പറഞ്ഞേക്കണം. കൊലയാനകൾ കയറണം. അവൻ തിരിച്ചു വരുമെന്ന് നിർത്തുന്നൊന്നുമില്ല. അതാണ് ആനകൾ പലതാന്ന് പറയുന്നത്. ഇന്ന് അഴിച്ചു വെച്ചാൽ ഇന്നത്തെ ആനക്കാരനുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എന്താ ഞാൻ ഏതാനയും കയറുന്നതൊക്കെ എനിക്ക് പുല്ല എൻ്റെ ഉള്ളം കയ്യിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന് ഇപ്പം കഴിച്ച് കാര്യങ്ങൾ കഴിച്ചു വെച്ചാൽ ഇന്നത്തെ ആനക്കാരനായിരുന്നു. നമുക്ക് ഇടാൻ കുഴപ്പമില്ല. അതല്ലേ ഈ കാണുന്നത്. ഇതൊക്കെ ഈ മുഴയെല്ലാം മൊട്ട ഓടിച്ചു കളഞ്ഞു. 15 ദിവസം ഞാൻ വെന്റിലേറ്റർ എടുത്തു. 15 ദിവസം. അത് മുമ്പേ വെന്റിലേറ്റർ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടിയ വെന്റിലേറ്റർ എൻ്റെ ഉടമസ്ഥൻ കെട്ടിയിരുന്നു. അവിടെ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവരെന്നെ രക്ഷപ്പെടുത്തിയത്. അത് കഴിഞ്ഞിട്ട് 15 ദിവസം ഒന്നായി. ഞാൻ പോയതാ. അതല്ലേ പറഞ്ഞാൽ എൻ്റെ ദൈവങ്ങളായിരുന്നു പറഞ്ഞു. അതിക്കുള്ളിൽ എനിക്ക് പിന്നെ വേറെ ആരെ കടപ്പാക്കുള്ളൂ. പെറ്റതല്ലേ ഇവർ കഴിഞ്ഞിട്ട് എനിക്ക് പെറ്റമ്മയുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞു. അമ്മ എന്നെ പ്രസവിച്ച് വളർത്തിയപ്പോൾ അവരുടെ അമ്മയും അച്ഛനും എന്നെ സൃഷ്ടിച്ചു വളർത്തി എന്ന് പറഞ്ഞാൽ അവരുടെ കടമയാണ്. ഇവർക്ക് ഞാൻ ഇമ്മ തൂക്കിലെ ആനക്കാരൻ ഞാൻ എടുത്ത് പോയപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതോടുണ്ടെങ്കിൽ ആ കാല് വിട്ടണമെങ്കിൽ ബോഡി വിട്ടന്നാൽ മതി. അവർ ഞാൻ ജീവിക്കാൻ വേണ്ടി ജീവിപ്പിച്ചെടുക്കാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. ഡോക്ടർമാർ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. പിന്നെ എന്നെ ഓവറേജ് ചെയ്ത് ഇതെങ്കിലും ചെയ്ത് ചത്തുവാകും. ബ്ലഡെല്ലാം അവിടെ കൊട്ടിപ്പോയി. ഇവിടെ തൊള ഇതേ തൊള മൊത്തം ഞാൻ പോയപ്പോൾ മൊത്തം തൊള മൊത്തം ഇത് ഈ എൻ്റെ ശരീരത്തിൽ ഈ മുഴയിൽ എവിടെയും തുഴയ പാടമുണ്ട്. അപ്പോൾ കാശുമില്ലവർ വിളിക്കുമോ എന്നെ നോക്കിയോ അത്. അതേ എൻ്റെ ദൈവങ്ങളാണ് മാത്രം. ഇത് സംഭവിക്കേണ്ടി വന്നെന്നാ വെച്ചാൽ എനിക്കറിയാമായിരുന്നു. ഒരു 4 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ 4 ദിവസം എഴുന്നള്ളിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു 9 മണിക്ക് തലക്കിട്ടിട്ട് 1 മണിക്കൂർ ഒരു മനസ്സിലെ അമ്പല വലിയ കമ്മിറ്റിക്കാർ ഓരോ ഒതുങ്ങിയ സെറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ വലിയ കാര്യമായി. അവരെ എനിക്കും കാര്യമായി. ചന്ദ്രശേഖരപുരം എന്ന് പറയും ആലുവ. അപ്പോൾ
അവിടെ പോയി ആ മനയ്ക്ക് പോയി ഒരു ആറാട്ടി ഇവിടെ വന്നൊരു 3-4 പ്രദേശം കഴിഞ്ഞാൽ തീരുക. 1 മണിക്കൂറത്തെ പരിപാടിയുള്ളൂ. അതുകൂടെ പരിപാടി തീരും. ആന കെട്ടാറായെന്ന് എനിക്കറിയാം. ആനെ കൊണ്ടൊന്ന് കെട്ടണം. അപ്പം ഈ 1 മണിക്കൂറിനകത്ത് പരിപാടിക്ക് ഈ വണ്ടിയും വെള്ളവും വിളിച്ച് ഇനി ഒരാനെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ആത്മാർത്ഥയുടെ പേരിൽ തട്ടിക്കൂട്ടി റിസ്ക് എടുത്ത് ഞാൻ ചെയ്യുക. ഈ ആനയുടെ മുഖത്തേക്ക് മണ്ണിലേക്ക് ഇരിപ്പണം. എന്നും കഴിക്കുമെന്ന് കുളിപ്പിച്ച് അവിടെ ഒന്നുമില്ല. ആ മുഖം ഇങ്ങനെ തേച്ച് കഴിക്കുമ്പോൾ ഞാൻ ചാടി എന്നെ കുത്തി എറിയും. ഒരു കൂട്ടുവരെയാണ് സൈഡ് പൈപ്പിൽ കുത്തി വരുമ്പോൾ ഞാൻ അതേ പോയി ചാരി. എന്നിട്ട് അവിടെ പോലെ തന്നെ ഇങ്ങനെ കുത്തി ഇങ്ങനെ കൊണ്ടുപോകും. ഇവിടെ വേണ്ടി വെയിറ്റിംഗ് ഒരു കൂടുതൽ നീളമുണ്ട്. ഇത്രയുടെ കുത്തിപ്പോഴും എൻ്റെ കൂടെയുള്ളവരൊരു മണ്ണുണ്ണിയാണ്. അവനൊന്നും കണ്ടിട്ടും കേട്ടില്ല. പക്ഷെ അവന് കഴിവുണ്ടെങ്കിൽ 2 കൊട്ടാനൊക്കെ വെച്ച് കൊടുത്താൽ മതി. എന്നെ ഞാൻ ഒഴിവാക്കും. അപ്പം എനിക്ക് കൂര എന്നെ ഞാൻ വിട്ടിട്ടുണ്ട്. പിന്നെ ഇല്ലേ അവൻ അതിന് കഴിവില്ലാതെ ഒരു മക്കുടനാണ്. ലാസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ വാതിൽ കൂട്ടുകാരുടെ ഒരു വാതിൽ തുറന്ന് കിടപ്പുണ്ട്. അപ്പം എൻ്റെ ആവശ്യത്തില്ല. ഞാൻ ഇങ്ങനെ തലക്കുറ്റി ഒറ്റ മറിച്ചിൽ വരും. അപ്പം അതിനകത്ത് പോയപ്പോൾ ആണെങ്കിൽ പിന്നെ എനിക്ക് കിട്ടില്ല. അങ്ങനെ രക്ഷോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 2-3 തോർത്തൊക്കെ ഇട്ടിപ്പോൾ വേറെ എവിടെയോ തൂക്കിയോ എവിടെയോ എൻ്റെ ഇവിടെ കയറി ഒരു വലിയ മുറിവുണ്ട്. ബ്ലഡ് 2-3 തോർത്തൊക്കെ ഇട്ടിട്ടിപ്പം കവർ ചെയ്യുന്നു. പക്ഷേ അവിടെ വന്നിട്ടിപ്പോൾ ആലുവ തറമേരി ആശുപത്രി വലിയ ആശുപത്രി ഉണ്ട്. ഈ അവരെന്നെ അവിടെ കൊണ്ടുപോകും. എൻ്റെ ആയുസ് എത്താത്തതിൻ്റെ ഇതറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു എന്നെ ഇനി ആശുപത്രി കൊണ്ടുവന്നു. റിനി യൂണിവേഴ്സിറ്റി നമുക്കറിയാമല്ലോ. അവിടെ ചെന്നാൽ അവരെ രക്ഷപ്പെടുന്നു എനിക്കറിയാമായിരുന്നു. എന്നെ റിനി യൂണിവേഴ്സിറ്റി പോളക്കോട്ട് റിനി യൂണിവേഴ്സിറ്റി ആശുപത്രി കൊണ്ടുവന്നു. ബോധം പോയില്ല. അവൻ തലേന്ന് മുട്ടി എനിക്ക് പരിക്കുണ്ട്. പക്ഷെ ഇത് പോയില്ല. ഇതെല്ലാം കുടിച്ചു പോയി. അപ്പം അതറിയണമെങ്കിൽ ആ അമ്പലത്തിൽ കാര്യപ്പണികളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരുടെ മകൻ ടൗണിൽ എറണാകുളം സിറ്റിയിൽ വണ്ടി ഓടിച്ചിരുന്നു. കാറ്. ഈ പയ്യൻ കാറും കൊണ്ട് വന്ന് എന്നെ കാറ കയറുന്നു. അല്ലെങ്കിലും രക്ഷപ്പെടില്ല. ആ എല്ലാവരും ഒത്തു വന്നു. അല്ലെ കളമശ്ശേരി വഴി ടൗൺ വഴി ഈ സാധനം അവിടെ എത്തിക്കുന്ന ആംബുലൻസ് അല്ല. ആംബുലൻസ് ആണെങ്കിൽ മൂപ്പിട്ട് പോകും പോലെയല്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ സെക്കൻഡ് കയറി കിടന്നവരെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ 10-17 കുട്ടി ബെഡോളം എനിക്ക് അപ്പോൾ ഈ ഡ്രൈവർ ഒത്തു വന്നു. എനിക്ക് പറയാൻ ബോധമില്ലെങ്കിൽ അവർ ആലുവ അവരെന്നെ ഒന്നുകിൽ ഓപ്പറേഷൻ ചെയ്യുക അല്ലെങ്കിൽ രക്ഷപ്പെട്ടാണല്ലോ. എനിക്ക് വേറെ ആരെങ്കിലും ഡോക്ടറെ കൊണ്ടുവന്നൊക്കെ അവർ കണ്ടുപോകാനൊക്കെ നോക്കിയിട്ട് രക്ഷപ്പെട്ടു. അതാണ് കടപ്പാടിൻ്റെ കാര്യം. കുറേ ദൈവാധീനം ഉണ്ടായിരുന്നു. അവരെന്നെ നോക്കി. പിന്നെ ഈ ആനയിലൊന്നും പ്രാക്കിയാൻ മേടിച്ചിട്ടില്ല. അതെങ്ങനെ കുത്തിയാൽ ഞാൻ ചാവുമോ. അതിന് പട്ടിണിയും മഞ്ഞൊന്നും ഇട്ടുള്ള രീതി ഞാൻ പറഞ്ഞില്ലേ. പണിയാൻ പോയാലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല. ആളെ അറിയാൻ പറ്റാത്തില്ല. അങ്ങനെ ഒരു ആനകൾക്ക് അങ്ങനെയുണ്ട്. എല്ലാം ഇല്ല. ഒരു 90% ആനകൾ ആനക്കാരോടായിരിക്കും കലിപ്പ് പോവുക. എന്നാൽ വെറുതെ ഉള്ളവരോട് അത്ര ഇത് വരില്ല. അപ്പം ഇതിനെ നേടിക്കിട്ടിയ പിള്ളേർക്കും ഭാര്യയ്ക്കും എല്ലാം അതിൻ്റെ തറിയെന്നാക്കാൻ ചങ്ങലയിലൊക്കെ ഇടാം. ചോറുണ്ടാക്കി ഷീറ്റിട്ടിട്ട് ആ ഷീറ്റ് ചോറിനും കൊടുക്കും. കുറ്റിട്ട് കൊടുക്കാൻ നമ്മൾ കാവൽ പോലെ നിൽക്കാറുണ്ട്. എന്നെ കണ്ടാൽ പച്ചക്ക് തിന്നാൻ. അത് പറഞ്ഞേക്കണം. അങ്ങനെ അതിനോട് ഈ മൃഗങ്ങളോട് പറഞ്ഞേക്കണം. അവർ 90% അങ്ങനെ തന്നെയാണ്. അല്ലാതെ നമ്മളിവിടെ തറിയൊക്കെ വളരെ നല്ല നീറ്റായിട്ടാണ് ഇട്ടേക്കണം അല്ലേ. ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങളതിൽ പോലെ കറിയൊക്കെ കാണാമല്ലോ. ഇതാ ഇത് കഴിഞ്ഞോ? അല്ല അത് എൻ്റെ കറിയൊക്കെ കണ്ടോ? ആ പുള്ളി അതിലെ പോലെ ആനയുണ്ടെങ്കിൽ അതിലെ വന്നാലും കാണാം. കുറെ വന്നാലും കാണാം. നമ്മുടെ സെറ്റപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ പോലെ കണ്ടോന്നേ. മതത്തിൽ കെട്ടണം അറിയും. ഈ കുറ്റിയെ കെട്ടി ഇങ്ങോട്ട് വാറാക്കുന്നുണ്ട്. ഈ പുറകെ കെട്ടും നമ്മൾ മുമ്പ് വാറാക്കും. ഇത് രാത്രി കെട്ടണം അറിയും. സാധാ ഇവിടെ കെട്ടി അങ്ങോട്ട് കെട്ടാം. അല്ലെ അത് കെട്ടി ഇങ്ങോട്ട് കെട്ടാം. ആനയ്ക്ക് എപ്പോഴും അടുക്കളോട്ട് നോക്കിയിരിക്കണം സന്തോഷം. അപ്പം അങ്ങനെ ഇവിടെ കെട്ടി പകലോ കാര്യങ്ങളോ പുള്ളിക്ക് സന്തോഷിക്കാൻ നിൽക്കാനാണ്. ഇപ്പൊ കണ്ടില്ലേ. അല്ലാണ്ട് എങ്ങനെയെങ്കിലും വഴിപാട് എത്തിക്കുകയല്ല. അതിനിങ്ങളുടെ സന്തോഷപ്രദമായ രീതിയിലുള്ള പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബിസിനസ് അല്ല. എൻ്റെ ഉടമസ്ഥനും അങ്ങനെ കണ്ടിട്ടില്ല. ഇത് കാശുണ്ടാക്കിക്കൊണ്ടിരുന്നോ.
വിരിഞ്ഞ മസ്തകം ഉയർന്ന വായുമ്പോ തലക്കുന്നി വായുമ്പോ ഉയർന്നത്. ഈ കളറുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര എങ്ങനെയാ? അത് കുറെ കളറുകളാണ്. അതെന്ന് പറഞ്ഞാൽ കരിഞ്ചെല്ലിന്റെ കളറുള്ളത് ഉള്ളതൊന്ന്, ചെമ്പൻ നിറം, പിന്നെ രണ്ടുമല്ലാതും കറുക്കുന്ന പേരും നിറത്തിന്റെ അനുസരിച്ച് സ്വഭാവത്തിൽ ഉണ്ടല്ലേ? ചെമ്പനാനകൾ പൊതുവെ വിശ്വസിക്കാൻ പറ്റാത്തതായിരിക്കും. വിശ്വസിക്കാൻ പറ്റില്ല. ചതിവ് കൂടുതലാണ്. ചതിവ് അതിന് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. എന്നുവെച്ചാൽ നമ്മുടെ കൂടെ കൂടി കഴിഞ്ഞാലും ഒരു ലേശം അതിന്റെ കയ്യിലുണ്ടാവും. ഇവിടെ കഴിക്കാൻ, ഇവിടെ ഇങ്ങോട്ട് കഴിക്കാൻ, ഇങ്ങോട്ട് തോന്നിക്കാൻ. നമ്മളെല്ലാം പറയുമ്പോൾ ആനാന്ന് പറഞ്ഞ് പറയണല്ലേ? എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുമ്പോഴാണെങ്കിലും ആനയോടാന്നുള്ള രീതിയിൽ അത് നമുക്ക് മനസ്സിലാവണല്ലേ? ഇവര് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് മനസ്സിലാവുമോ നമ്മൾ വഴക്കുണ്ടാക്കിയെന്നുള്ള? പിന്നെ ആണല്ലേ? പിന്നെ വിഷമാവില്ല. ഇത് വിഷമത്തിന്റെ അല്ല, ഇതിന് ബുദ്ധി ഇല്ലായല്ല, വിവേക ബുദ്ധി ഇല്ലെന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധി കൂടുതലുള്ളതുകൊണ്ടാണ് നിങ്ങൾ കീഴ്പ്പെട്ട. അല്ലാണ്ട് എല്ലാവരും പറയുന്നത് ചെവി കാരണം ശരീരം കാണാൻ മേല, അല്ലെങ്കിൽ ഇതിന്റെ ആരോഗ്യം അറിയാൻ മേല, അതൊന്നും അല്ല കാര്യം. ഇതിനെ കഴിഞ്ഞും ബുദ്ധി നമുക്ക് മനുഷ്യനായതുകൊണ്ട് മനുഷ്യന് കീഴ്പ്പെട്ട് കൊണ്ടുനടക്കും. വിവേകബുദ്ധി ഇല്ലെന്നതാണ്. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നാന്നുള്ള ഒരു ചിന്തയില്ല, അത്ര തന്നെ ഉള്ളൂ. ഈ നല്ല ആനകളുടെയൊക്കെ ഒരു കണ്ണ് കളയുമെന്ന് പറയുന്ന നേരാണോ? അങ്ങനെ ഉണ്ടോ ശരിക്കും? നല്ല ആനകളുടെ കണ്ണ് കളയുന്നുള്ളതല്ല. വഴക്കുള്ള ആനകളിലെയൊക്കെ ഈ അടിക്കുന്നപ്പോഴേക്ക് അടിച്ചു കഴിയുമ്പോൾ അത് കയറിക്കൊണ്ടോ, അടിക്കാനുള്ള ആ നിശ്ചയത്തിന്റെ കുറവുകൊണ്ട് അത് വേണ്ടാത്ത കമ്പ് കയറിക്കൊണ്ടോ കണ്ണ് കളയണം എന്ന് വെച്ചാൽ തരും. ഓട്ടോമാറ്റിക്. ഇപ്പൊ ഞാനിപ്പോ എന്റെ മുകളിലേക്ക് ഇപ്പൊ നേരെ എത്താൻ പഠിക്കുകയല്ലേ കാര്യം ഒറ്റ കൊണ്ടു വെച്ചിട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെയല്ലേ അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കോല് കഴിച്ചു, ഞാൻ ഉദ്ദേശിച്ചിട്ട് കൊണ്ടുവന്നില്ല. ആ കണ്ണ് പോയി. പിന്നെ ആ കണ്ണ് പോകാതിരിക്കാൻ ഒരുവിധമുള്ള ക്ഷേത്രമൊക്കെ പറ്റിയെങ്കിൽ അതിനുള്ള മരുന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അന്ന് വലിക്കണം, അന്ന് നിന്ന് വലിക്കുന്ന പറ്റുന്ന പറഞ്ഞാൽ നമ്മുടെ അബദ്ധം പറ്റിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ ബാക്കി ചെയ്യാൻ പറ്റില്ല. അതപ്പം ചെയ്യണം. അതാണ് ആദ്യം പറഞ്ഞത്. അതിത് ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് 50 ഉള്ളൂന്ന് ഞാൻ പറഞ്ഞു. അത് അഡ്വാൻസ് വെച്ചായിരുന്നു ജോലി. ഞാൻ 100% ആയെന്നല്ല ഞാൻ പറഞ്ഞു. ഇത്രയും കാലമായി ഞാൻ 50% ഉള്ളൂ. എനിക്ക് തന്നെ കഴിഞ്ഞാൽ അത്ര ആയിട്ടുള്ളൂ. അപ്പൊ എന്തോരം പഠിക്കാൻ കിട്ടും. ശരിക്കൊരു അറിവുള്ള ആൾക്കാർ ഇപ്പൊ എന്ത് പഠിച്ചവരാണെങ്കിലും അറിവുള്ളവർ അത്രയും അറിഞ്ഞവരായില്ല ആരുമില്ല. കാരണം പഠിച്ചാൽ തീരാത്ത പണിയാണ്. ഏത് അറിവാണെങ്കിലും കടല് പോലെയല്ലേ? പഠിച്ചാൽ തീരാത്ത പണിയായിരുന്നു. ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പഠിക്കും. ഐശ്വര്യമുള്ളതിന്റെ ഐശ്വര്യം കട്ടതിന്റെ ലക്ഷണമാണ്. അല്ലേ? അതൊന്നും പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാ കാരണം അറിയാം, ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അല്ലാത്തവൻ ഇതറിയേണ്ട കാര്യമില്ല. അറിവുള്ള വിദ്യ കൊടുക്കാത്തവന്ന് കാര്യമില്ല. അത് അറിവ് വേണ്ടവന് കൊടുക്കാവുള്ളതുണ്ട്, അർഹപ്പെട്ടവന് കൊടുക്കാവുള്ളതുണ്ട്. അത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന് മുകളിലേക്ക്. ഞാനിപ്പോ പറഞ്ഞത് 100-ൽ 10% പോലും താങ്കളോട് ഞാൻ പറഞ്ഞിട്ടില്ല. 100-ൽ 10 അല്ല, ഒരു 1% പോലും ആയിട്ടില്ല. ശരിക്കും ആയിട്ടില്ല. അതായത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇതിന് നടപ്പിലും എടുപ്പിലും ലക്ഷണങ്ങളിലും ഒക്കെ ഒത്തിരി ഉണ്ട്. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരസ്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ അതൊക്കെ അറിവുള്ള അത്രയുള്ളതിനെ കൊടുക്കുകയുള്ളൂ, പറഞ്ഞു കൊടുക്കുക. നടന്നു പോകണ ഞങ്ങളുടെ പ്രായം അറിയാൻ പറ്റും. ആണോ? എന്റെ കാലം കഴിയിട്ട് കഴിഞ്ഞാൽ അതേവിടെ കുറ്റുന്ന പ്രായം അറിയാൻ പറ്റും. ആണല്ലേ? പിന്നെ അതിപ്പോ കാട്ടിന് കുറ്റിട്ട് തന്നെ ആരെങ്കിലും നമുക്ക് പറഞ്ഞ ഊഹായി പറയുന്നു, അത് പറയാൻ പറ്റും. ആണല്ലേ? ഒരു ബിരിയാണിക്ക് തലക്കുഞ്ഞുണ്ടായതാണോ ഇടയ്ക്കുണ്ടായതാണോ എന്ന് പറയാൻ പറ്റും. ആണോ? ആ, അതായത് വെള്ളം കുടിക്കേണ്ടത് തന്നെ രസമാണ്.